ഇന്ന് നമ്മുടെ കൂടെയുള്ളത് മീരയാണ്. മീര നമ്മുടെ ആബെ സർവീസസ് കൊച്ചി ടീമിൻ്റെ മാനേജറാണ്. കഴിഞ്ഞ ദിവസമാണ് മീര 10th വർക്ക് ആനിവേഴ്സറി വിത്ത് ആബെ സർവീസസ് ആഘോഷിച്ചത്. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് നമുക്കൊന്ന് ചോദിച്ചറിയാം. മീര ഇപ്പം 10 വർഷമായില്ലേ ആബെ സർവീസസിന്റെ കൂടെ. ആ ഒരു 10 വർഷം എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. ആ 10 വർഷത്തെ വളർച്ച ആബെ സർവീസസിന്റെ മീരയുടെ എങ്ങനെയായിരുന്നു? ഞാൻ ബാക്ക് ഇൻ 2015 നവംബറിലാണ് ആബെ സർവീസസിൽ ജോയിൻ ചെയ്യുന്നത്. ഞാൻ ഈ മനോരമ ന്യൂസ് പേപ്പറിലാണെന്ന് എനിക്ക് തോന്നുന്നു അഡ്വർടൈസ്മെന്റ് കണ്ടു. ഇങ്ങനെ ഒരു ചെറിയൊരു അഡ്വർടൈസ്മെന്റ്, ഇങ്ങനെ ആബെ സർവീസസിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അഡ്വർടൈസ്മെന്റ്, അതും ഫ്രണ്ട് ഓഫീസിലേക്ക് അഡ്വർടൈസ്മെന്റ് കാണുന്നത്. അപ്പം ഞാനപ്പം എറണാകുളത്തേക്ക് വലിയ കാര്യമായിട്ട് ട്രാവൽ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് കറക്റ്റ് എവിടെയാണെന്നുള്ള വലിയ ധാരണയൊന്നുമില്ല. വെൽക്കെയർ ഹോസ്പിറ്റലിന്റെ അടുത്താണ് എന്നുള്ള ലാൻഡ്മാർക്ക് ഉണ്ട്. എന്നിട്ട് ഞാൻ തപ്പി പിടിച്ചിട്ട് ഇവിടെ വന്നു. അപ്പം ഞാൻ ഓഫീസ് കാണുമ്പോൾ വെൽക്കെയർ ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഓഫീസ്. അതാന്ന് തോന്നുന്നു നമ്മുടെ ഫസ്റ്റ് ഓഫീസ് ഇവിടുത്തെ. ഇപ്പൊ നമ്മുടെ ഭയങ്കര വലിയ നല്ല ഓഫീസാണ്. പണ്ടൊരു ചെറിയ ഓഫീസായിരുന്നു. അപ്പം താഴത്തുനിന്ന് ഒരു സ്റ്റെപ്പ് കയറിയിട്ട് മുകളിലൊരു ചെറിയ ഓഫീസ്. അപ്പം ഞാൻ താഴെ നിന്ന് മുകളിലിട്ട് നോക്കി, അപ്പം ഇതിൻ്റെ ഉള്ളിലാണല്ലോ ഓഫീസ്. അപ്പം ഞാൻ എറണാകുളത്തേക്ക് തിരിച്ച് ഷിഫ്റ്റ് ചെയ്തിട്ട് എൻ്റെ ആദ്യത്തെ ഇൻ്റർവ്യൂ, ഞാൻ അതിന് മുമ്പ് ബാംഗ്ലൂരെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ആദ്യത്തെ ഇൻ്റർവ്യൂ ആണ് ഇത്. അപ്പം ഞാൻ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വളരെ ചെറിയൊരു ഓഫീസ് സ്പേസാണ്. ഫ്രണ്ട് ഓഫീസിൽ അന്ന് ആരും ഉണ്ടായിരുന്നില്ല. വേറെ ഒരു ചേച്ചി അകത്തുനിന്ന് വന്നിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിന് വെയിറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പം നമ്മുടെ പ്രദീപ് സാറും സോണിയ മാമും രണ്ടുപേരും എന്നെ അന്ന് ഇൻ്റർവ്യൂ ചെയ്തത്. അന്ന് പ്രദീപ് സാറും സോണിയ മാമും പിന്നെ വേറെ 2 സ്റ്റാഫും, അത്രയും പേര് നമ്മുടെ ഓഫീസിൽ ഉണ്ടായിരുന്നുള്ളൂ. അക്കൗണ്ട്സിൽ ഉണ്ടായിരുന്ന ഒരു ആശ എന്ന് പറഞ്ഞൊരു ചേച്ചിയും പിന്നെ വേറൊരു സ്റ്റാഫ് ഉണ്ടായിരുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഇൻ്റർവ്യൂ അധികം സമയമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു സാറിൻ്റെ കൂടെ ഒരു 10 മിനിറ്റ് പോലും ഉണ്ടായിരുന്നില്ല ഇൻ്റർവ്യൂ. പിന്നെ മാമിൻ്റെ അടുത്ത് പോയി ഒരു ചെറിയ ഇൻ്റർവ്യൂ സെഷൻ കഴിഞ്ഞു. പിന്നെ ഞാൻ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ തന്നെ മാം എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ സെലക്ട് ആയി എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ജോയിൻ ചെയ്യാൻ പറയുമ്പോൾ എനിക്കൊരു ഐഡിയ ഇല്ല. ഞാനപ്പോൾ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് ആയിട്ടാണ് ഇവിടെ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് എന്താണ് ഫ്രണ്ട് ഓഫീസ് ചെയ്യേണ്ടതെന്ന് പോലും ഒരു ഐഡിയ ഇല്ല. അങ്ങനെ ഞാൻ വന്ന് ജോയിൻ ചെയ്തു. ഫ്രണ്ട് ഓഫീസിൽ ഇരുന്നു. അത് കഴിഞ്ഞപ്പോൾ എന്താ കൗൺസിലിംഗ്, ഈ ഓഫീസിൽ എന്താ നടക്കുന്നതെന്നുള്ളൊരു ധാരണ പോലും എനിക്ക് കറക്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് പ്രദീപ് സാർ എന്നെ കൂടെ ഇരുത്തിയ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചത്. അതാണ് എനിക്ക് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. ബിക്കോസ് സാറ് നമ്മുടെ കൂടെ ഇരുന്ന് ഇവിടുത്തെ പ്രോസസ്സ് എന്താ, ഇവിടെ എങ്ങനെയാണ് ചെയ്യുന്നത്, ഈവൻ ഈ നമ്മൾ മെയിൽസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യും, കോഴ്സ് ഡീറ്റെയിൽ എങ്ങനെ ടേബിൾ വരച്ച് അതിനകത്ത് കോളം ഇങ്ങനെ ആഡ് ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ വരെ സാർ കൂടെ ഇരുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പോഴത്തെ നമ്മുടെ ഒരു ആബെ സർവീസസിൻ്റെ ഇതിൽ കൗൺസിലിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അപ്പം അന്ന് എനിക്ക് കൗൺസിലിംഗ് എന്താണെന്ന് ഒന്നും അറിയില്ല. അപ്പം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളൊരു ഫുൾ അണ്ടർസ്റ്റാൻഡിങ്. എനിക്ക് തോന്നുന്നു ഞാനൊരു 6 മാസമാണ് ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് ആയിട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ 6 മാസം എനിക്ക് ഫ്രണ്ട് ഓഫീസിൽ എന്ത് ചെയ്യണം എന്നുള്ളൊരു ഐഡിയയും പ്ലസ് എന്താണ് കൗൺസിലിംഗ്. അപ്പോൾ ആ ഫ്രണ്ട് ഓഫീസിൽ നിന്നുള്ള കൗൺസിലിംഗിലേക്കുള്ള ഒരു ട്രാൻസിഷൻ ഉണ്ടല്ലോ, അത് സാറ് കൂടെ. അപ്പോൾ സാർ ആ ടൈമിൽ കൗൺസിലിംഗ് ചെയ്യുമായിരുന്നു, ഡയറക്റ്റ് സ്റ്റുഡൻസിനെ കൗൺസിൽ ചെയ്യുമായിരുന്നു, സ്റ്റിൽ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അപ്പോൾ സാറിൻ്റെ കൂടെ കൗൺസിലിംഗ് കേൾക്കാനിരുത്തും. സാർ ഒന്നും പറഞ്ഞു തരുമല്ല ചെയ്യുന്നത്, സാർ അത് നമ്മളെ കൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യിപ്പിച്ചിട്ട് അതിങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത്, ഇന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അത് നമ്മൾ കേട്ട് അപ്പം ഇപ്പോൾ ഉള്ള ആൾക്കാരെക്കാളും എൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സാറിൻ്റെ കൂടെ ഇരുന്ന് സാറ് കൗൺസിൽ ചെയ്യുന്നത് ത്രൂ ഔട്ട് എനിക്ക് 6 months അല്ല, അതിൽ കൂടുതൽ 1 year 2 years സാറിൻ്റെ കൂടെയുള്ള കൗൺസിലിംഗ് എക്സ്പീരിയൻസ് ചെയ്തതിൻ്റെ ഒരു ബെനിഫിറ്റ് ആണ് ഇന്നും എനിക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക്ഔട്ട് ആയി പോകുന്നത്. 10 വർഷം മുമ്പ് ഒരു ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവായിട്ട് എത്തിയിട്ട് ഇപ്പം കൊച്ചി ടീമിൻ്റെ മാനേജറാണ് മീര. അപ്പോൾ ഈ 10 വർഷങ്ങൾ എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു വലിയൊരു കാലയളവാണ്. ആ കാലയളവിൽ ഒരുപാട് കുട്ടികളുടെ സ്വപ്നങ്ങൾ സഫലമാക്കാൻ മീര ഹെൽപ്പ് ചെയ്തിട്ടുണ്ടല്ലേ. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അത് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് എങ്ങനെ ഫുൾഫില്ലിംഗ് ആയിട്ട് തോന്നുന്നു? ഇപ്പൊ ഇന്നും ഞാൻ രാവിലെ വന്നപ്പം ആദ്യം ഫോൺ എടുത്തിട്ട് ഞാൻ നോക്കുമ്പം ഗ്രേസ് ആന്റണി എന്ന് പറയുന്ന ഒരു സ്റ്റുഡന്റിന്റെ അമ്മ എനിക്ക് കുട്ടിയുടെ അവിടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഇട്ടിട്ട് എനിക്ക് ഡു യു റിമെമ്പർ ഹെർ. അപ്പൊ എനിക്ക് ഗ്രേസിനെ അറിയാം, ബിക്കോസ് ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ആ കുട്ടി ഫോട്ടോ ഒക്കെ ഇടുന്നത് കാണാറും ലൈക്ക് ചെയ്യാറൊക്കെ ഉണ്ട്. ഡു യു റിമെമ്പർ ഹെർ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരുടെ മദർ എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഏത് വർഷമായിരുന്നു ഗ്രേസ് പോയത്? എനിക്ക് തോന്നുന്നു 2021 ആണെന്ന് തോന്നുന്നു. 21 or 22 February ആയിരിക്കും ഗ്രേസ് പോയിട്ടുണ്ടാവാം. മീരയാണ് ഹെൽപ്പ് ചെയ്തത് ഗ്രേസിന്റെ പ്രോസസ് ചെയ്യാൻ. ഷീ കംപ്ലീറ്റഡ് ഹർ നഴ്സിംഗ് എന്ന് പറഞ്ഞിട്ടാണ് പുള്ളിക്കാരത്തെ മെസ്സേജ് ഇട്ടത്. അപ്പൊ എനിക്ക് ഇന്ന് രാവിലെ വന്നപ്പോൾ അതായിരുന്നു ഞാൻ ഒരു
വേറെ കുറേ ടെൻഷനിലൊക്കെയാണ് വന്ന് കയറി. അപ്പം ഞാൻ വന്ന് ഫോൺ എടുത്തപ്പോൾ തന്നെ ഗ്രേസിൻ്റെ മദറിൻ്റെ മെസ്സേജും കുട്ടിയുടെ ഒരു ഫോട്ടോയാണ് ഞാൻ കണ്ടത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം വന്നു. അപ്പോഴും ഞാൻ ആലോചിച്ചു, ഇതുപോലെ ഒരുപാട് സ്റ്റുഡൻസിനെ നമ്മൾ ഒരു ഇൻടേക്കിൽ അറൗണ്ട് ഒരു 300-500 സ്റ്റുഡൻസിൻ്റെ അടുത്ത് നമ്മൾ വിടാറുണ്ട്. അപ്പം അതിനകത്ത് കുറേ സ്റ്റുഡൻസിനെ ഞാനും എൻ്റെ ഒരു ഹെൽപ്പും ഒക്കെ ആയിട്ട് കുറേ സ്റ്റുഡൻസിനെ ഞാനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും നമ്മളെ ഓർമ്മിക്കുന്നുണ്ടല്ലോ മനസ്സ് കോഴ്സ് കഴിയുമ്പോഴാണെങ്കിലും. ഇപ്പം മാത്രമല്ല, ഇതിനു മുമ്പ് പല പേരും അങ്ങനെ നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പം ഞാനും ആലോചിക്കാറുണ്ട്, ഒരുപാട് സ്റ്റുഡൻസിൻ്റെ അവരുടെ ലൈഫിൻ്റെ ഒരു ടേണിംഗ് പോയിന്റിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് ആവാൻ നമുക്കും പറ്റിയല്ലോ എന്നുള്ളത്. അപ്പം കൗൺസിലിങ്ങിന്റെ ഒരു ഗുണം അതാണ്, ഒരുപാട് ആൾക്കാരുടെ ആ ഒരു ടേണിംഗ് പോയിന്റിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. നമ്മളിവിടെ ആക്ച്വലി കൗൺസിലിംഗ് എന്നുള്ളൊരു ഇതിൽ ഉപരി നമ്മൾ ഇന്ന കോഴ്സ് ഇന്ന സ്റ്റുഡൻറ്റിന് നിങ്ങൾ ഇത് എടുക്കണം അങ്ങനെയല്ല നമ്മൾ ഒരിക്കലും പറയുന്നത്. അപ്പം സാർ എപ്പോഴും ആദ്യം തൊട്ടേ സാർ പറഞ്ഞു തരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ അവർക്ക് എന്താണോ ഇൻട്രസ്റ്റ് ഉള്ളത്. അപ്പം എനിക്ക് പലപ്പോഴും തോന്നിയിരുന്നു നമ്മളൊരു കരിയർ ഗൈഡായിട്ട് അല്ലെങ്കിൽ കരിയർ ഗുരു അങ്ങനെയുള്ള ടേമൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ, കരിയർ ഗുരു അല്ലെങ്കിൽ കരിയർ ഗൈഡ്. അതായത് അവർ പറയുകയാണ് എനിക്ക് ഇന്ന കോഴ്സ് മതി, അല്ലെങ്കിൽ പാരൻസ് ഇൻസിസ്റ്റ് ചെയ്യണം ഇന്ന കോഴ്സിന് പോയാൽ മതി എന്ന് പറയുമ്പം ചിലപ്പോൾ സ്റ്റുഡൻസിന് അത് ഇഷ്ടം ആയിരിക്കത്തില്ല. അപ്പം നമ്മൾ അവരുടെ ഇൻട്രസ്റ്റ് എന്താണ്, അതിന് എത്രത്തോളം ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഇത് പറഞ്ഞു കൊടുത്തിട്ട് അവർ അതിനകത്ത് ഗൈഡ് ചെയ്യുമ്പം ഒരു ഭൂരിഭാഗം ആൾക്കാരും അത് അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. അവർക്ക് മനസ്സിലായിട്ട് അത് അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. അവർക്ക് അതാണ് അവരുടെ ടേസ്റ്റ്, അതിൽ അവർക്ക് വർക്ക്ഔട്ട് ആവും. അങ്ങനെ നമുക്കൊരു കരിയർ പാത്ത് ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ പറ്റും ഈ ഒരു സെക്ടറിൽ. മീൻസ് ഈ നമ്മുടെ ഈ കൗൺസിലിംഗ് അതെനിക്ക് ഒരുപാട് തോന്നിയിട്ടുണ്ട്. അതും നമുക്ക് ചെയ്യുന്ന ഒരു നല്ലൊരു കാര്യമല്ലേ. ഈ കൗൺസിലിംഗ് എന്നുള്ളൊരു ജോബില്ലേ, അത് ഭയങ്കര ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള ജോബാന്ന് ഇപ്പം മീര പറഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായി. അപ്പൊ ഈ ഒരു ജോബിലേക്ക് വരുന്ന പുതിയ കൗൺസിലേഴ്സ് അവരോട് എന്താണ് മീരയ്ക്ക് പറയാനുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു കൗൺസിലിംഗ് ഒരു ജോബെന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് കൗൺസിലിംഗ് ഒരു ജോലി അങ്ങനെ മാത്രമല്ല, അതിലുപരിയായിട്ട് പറഞ്ഞ പോലെ സ്റ്റുഡൻസിന്, അതായത് +2 കഴിഞ്ഞ സ്റ്റുഡൻസിന് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻസിന് അവരുടെ ഫ്യൂച്ചറിലേക്കുള്ള, അതായത് അവരുടെ മെയിൻ ടേണിംഗ് പോയിന്റിലേക്ക് നമ്മൾ അവരെ ഒന്ന് കൈ പിടിച്ച് കയറ്റുന്ന ഒരു സിറ്റുവേഷനായത്. അപ്പോൾ അത് അവരുടെ ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ളൊരു മൊമെൻ്റാണ്. അപ്പം ഞാനൊക്കെ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് എനിക്ക് ആക്ച്വലി ഇങ്ങനെ അഡ്വൈസ് തരാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ജോയിൻ ചെയ്യുമ്പം എനിക്കറിയില്ല എന്താണ് ഈ ഇൻഡസ്ട്രിയിൽ നടക്കുന്നത്. ചിലപ്പം എൻ്റെ ഒരു ഇതായിരിക്കാം, ഞാൻ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാത്തതുകൊണ്ടായിരിക്കും. പക്ഷെ എനിക്കറിയില്ല എബ്രോഡ് എഡ്യൂക്കേഷൻ ഇത്രത്തോളം സാധ്യതകളുണ്ട്, ഇത്രത്തോളം ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഇത് അത്ര ടഫസ്റ്റ് ആയിട്ടുള്ളൊരു പാർട്ടല്ല. നമുക്ക് ഈസി ആയിട്ട് അത് മാനേജ്, നമ്മൾ പ്രോപ്പറായിട്ട് ഒരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പോകുന്ന ഒരു സംഭവമാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ നമ്മളൊരു പുതിയ ന്യൂ കൗൺസിലേഴ്സ്, ഞാൻ പുതിയ ആൾക്കാർ വരുമ്പം അവർക്കതൊരു ജോബായിട്ട് മാത്രം കാണാതെ മറ്റ് സ്റ്റുഡൻസ്, അതായത് വരുന്ന നമ്മുടെ ഫ്യൂച്ചർ തലമുറയ്ക്ക് പർപ്പസ് ഡ്രിവൺ ആയിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ശരിക്കും എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ആ എൻജോയ്മെന്റ് എനിക്ക് ഉള്ളതുകൊണ്ട് ഇന്ന് രാവിലെ എനിക്ക് ഗ്രേസിന്റെ മെസ്സേജ് ഉണ്ടായപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ പറഞ്ഞ പോലെ എനിക്കൊരു ടെൻഷൻ, ഞാനൊരു കുറച്ച് ടെൻഷനൊക്കെ ആയിട്ട് ഓഫീസിലേക്ക് കയറുന്നത്, പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് പോസിറ്റീവ് ഇതിലേക്ക് മാറി. എനിക്കൊരു ഭയങ്കര നമുക്ക് പേഴ്സണലി ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു പാർട്ട്. ജോലിയെ ഇഷ്ടപ്പെടുക, അതുപോലെ തന്നെ ഈ ഒരു 10 വർഷങ്ങളിൽ ഫേസ് ചെയ്ത ഏറ്റവും വലിയ ചലഞ്ച് എന്തായിരുന്നു? ഫേസ് ചെയ്ത ചലഞ്ച് എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. ഓരോ ആൾക്കാരുടെയും ഇപ്പം കൗൺസിലിംഗ് ഒരിക്കലും നമുക്ക് എന്താ പറയുക, ഇന്ന് നമ്മൾ ഒരാളോട് സംസാരിച്ച പോലെ ആയിരിക്കില്ല, സെയിം ഫ്രെയിം വർക്ക് അല്ല. ഓരോ ദിവസവും അല്ലെങ്കിൽ നമ്മൾ ഒരാളോട് സംസാരിച്ച് അടുത്ത ആളുടെ സംസാരിക്കുമ്പോൾ എൻറ്റയർലി മാറും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് എന്താണ് അവർക്ക് പറയാനുള്ളതെന്നുള്ളത് നമ്മൾ ഫുള്ള് കേൾക്കുക. ഓരോ ആൾക്കാർക്കും ഡിഫറെൻ്റ് ഐഡിയാസും ഡിഫറെൻറ്റ് തോട്ട്സും ആയിരിക്കും ഈ ഒരു എബ്രോഡ് എഡ്യൂക്കേഷനെ പറ്റി. അപ്പോൾ ആദ്യം അവർക്ക് പറയാനുള്ളത് കേട്ടിട്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്കത് സ്മൂത്ത് ആയിട്ടൊരു ട്രാൻസിഷൻ കിട്ടും. അപ്പോൾ എനിക്ക് ചലഞ്ചായിട്ട് തോന്നിയിട്ടുള്ളത്, ചലഞ്ചല്ല, അതൊരു രസമാണ്. അതായത് നമ്മൾ ഒരാളോട് സംസാരിച്ച് അവരെ നമ്മൾ മനസ്സിലാക്കി അവർക്ക് വേണ്ട അഡ്വൈസും കാര്യങ്ങളും കൊടുത്ത് അടുത്ത ആൾ വരുമ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള, അപ്പം നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് ഭയങ്കര എന്താ പറയുക പേഷ്യൻസ് ഉണ്ടാവും. നമ്മൾ നല്ലൊരു ലിസണർ ആയിരിക്കും, നമുക്ക് നല്ലൊരു പേഷ്യൻസ് ഉണ്ട്. അത് പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, എന്തായാലും അടുത്തൊരു 10 വർഷം കൂടെ അല്ലെങ്കിൽ 20 വർഷം കൂടെ ആബേ സർവീസിനോടെ ഉണ്ടാവട്ടെ. അതെ, ഞാൻ അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നു. ഇനി ഒരുപാട് വർഷം ആബേ സർവീസസിന്റെ ഗ്രോത്തും അതിന്റെ കൂടെയും ഒരുപാട് സ്റ്റുഡൻസിനെ ഗൈഡ് ചെയ്യാനും എനിക്ക് പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. Abe Services, Australian study experts.